മറികടക്കാനും ഊർജ കാര്യത്തിൽ സ്വന്തം കാലിൽ നിലയുറപ്പിക്കാനുമുള്ള ചൈനയുടെ മഹത്തായ സൂപ്പർ ഗ്രിഡ് പദ്ധതി. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആഗോളതലത്തിൽ എല്ലാ രംഗങ്ങളിലും ആധിപത്യം ഉറപ്പിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ചൈന നടത്തിവരുന്നത്. അത്തരത്തിൽ ഊർജ രംഗത്ത് പൂർണ്ണമായും സ്വയം പര്യാപ്തതയിൽ എത്താനുള്ള വലിയൊരു നീക്കവും ചൈന നടത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷവും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട എണ്ണ വിതരണ പ്രതിസന്ധിയും ലോകത്തെ ആശങ്കയിലാഴ്ത്തുമ്പോൾ ഭാവിയിൽ ഇത്തരം പ്രതിസന്ധികൾ തങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള ദീർഘകാല തന്ത്രം മെനയുകയാണ് ചൈന. എണ്ണവിലയും ആഗോള വിപണിയും അനിശ്ചിതത്വത്തിലാകവേ തങ്ങൾ ചെറുതായൊന്ന് പതറിയേക്കാമെന്ന ബോധ്യത്തിൽ നിന്നും ഒരു ബദൽ ഊർജ വ്യവസ്ഥ പണിയുന്നതിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ രാജ്യം. ഈ ബൃഹത് പദ്ധതിയുടെ ഹൃദയ കേന്ദ്രം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ചൈനയാണ്. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നത് കുറച്ച് വൈദ്യുത ഉൽപാദനത്തിലൂടെ രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ഈ പുതിയ മെഗാ പദ്ധതിയിലൂടെ മുന്നിൽ കാണുന്നത്. ഈ പദ്ധതിയിലൂടെ രാജ്യത്തിന്റെ 80% പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 100 കോടിയിലധികം ആളുകൾക്ക് വൈദ്യുതി എത്തിക്കുന്നതിനായുള്ള മഹത്തായ ശൃംഖലയാണ് ചൈന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന സദേൺ പവർ ഗ്രിഡിനോടൊപ്പം ചേർന്നാണ് ഈ പുതു ഊർജ ദൗത്യം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചൈനയുടെ സൂപ്പർ ഗ്രിഡ് എന്ന സ്വപ്നം സാധാരണ വൈദ്യുതി ശൃംഖലകളെക്കാൾ ഏറെ വ്യത്യസ്തതയുള്ളതും ഉയർന്നതുമാണ്. അവർ രാജ്യവ്യാപകമായി അൾട്രാ ഹൈ വോൾട്ടേജ് അഥവാ UHV ട്രാൻസ്മിഷൻ ലൈനുകൾ അതിവേഗം സ്ഥാപിച്ചു വരുന്നു. കൽക്കരി, കാറ്റ്, സൗരോർജം എന്നിവ സമൃദ്ധമായുള്ള രാജ്യത്തിന്റെ പടിഞ്ഞാറൻ വടക്കൻ ഉൾപ്രദേശങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള പുനരുപയോഗ ഊർജം പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഊർജ ആവശ്യകത ഏറ്റവും കൂടുതലുള്ള കിഴക്കൻ തീരദേശ വ്യവസായ നഗരങ്ങളിലേക്ക് അതിവേഗത്തിൽ എത്തിക്കുന്നതിനായാണ് ഇത്തരമൊരു സംവിധാനം അവർ ഒരുക്കുന്നത്. ഇതിലൂടെ രാജ്യത്തിന്റെ ഊർജ ആവശ്യകത വൻതോതിൽ പരിഹരിക്കപ്പെടാനുമാകും. ഗതാഗതമടക്കമുള്ള വിവിധ ഊർജ ആവശ്യങ്ങൾ വൈദ്യുതിയിലൂടെ നിറവേറ്റാനാണ് ഇതിലൂടെ ചൈന ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഊർജ ആവശ്യങ്ങൾക്കായുള്ള വിദേശാശ്രിതത്വം കുറയ്ക്കാനുള്ള വലിയ ശ്രമം സഫലമാവുകയാണ്. വിദൂര പ്രദേശങ്ങളിലെ കാറ്റും സൂര്യപ്രകാശവും തീരദേശ ഫാക്ടറികളുടെ ഉൽപാദനശേഷിയിലേക്ക് നേരിട്ടൊഴുക്കുന്ന ഒരു പുതു ഊർജ പ്രവാഹ മാർഗമാണ് ഈ പദ്ധതിയിലൂടെ ചൈന തുറക്കുന്നത്. വിയറ്റ്നാം ആസ്ഥാനമായ ഒരു ക്രിപ്റ്റോ സ്ഥാപനം ചൈനയുടെ ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് വൈദ്യുതി ഒഴുകുന്ന യഥാർത്ഥ സൂപ്പർ ഗ്രിഡ് ചൈന നിർമ്മിച്ചു വരികയാണ്. ഇത് ഒരു ആശയമോ സ്വപ്നമോ മാത്രമല്ല, ഇതിനകം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന UHV ലൈനുകൾ അതിന് തെളിവ് പകരുന്നു. ഈ മഹാപദ്ധതിക്കായി 2026 മുതൽ 2030 വരെ ഏകദേശം 4 ട്രില്യൺ യുവാൻ, അതായത് $574 ബില്യൺ ചൈന ചെലവഴിക്കുന്നത്. നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും ഹോർമൂസ് പ്രതിസന്ധിയും ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത പകരുന്നു. ഈ പദ്ധതിക്കായി ചൈന അതിവേഗത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീളുന്ന വൈദ്യുതി ഹൈവേകളാണ് രാജ്യത്തുടനീളം നിർമ്മിക്കുന്നത്. സർക്കാർ പിന്തുണയുള്ള ബോണ്ടുകളും കുറഞ്ഞ പലിശയുള്ള വായ്പകളും ഉപയോഗിച്ചാണ് ഇതിന് ഫണ്ടിംഗ് ഉറപ്പാക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യവസായ വളർച്ച എന്നിവയെ പിന്തുണയ്ക്കാൻ ട്രില്യൺ കണക്കിന് നിക്ഷേപവും നടത്തിവരുന്നു. ചൈനയുടെ ഈ ശ്രദ്ധേയ പദ്ധതിയുടെ ദീർഘകാല ഫലം വ്യക്തമാണ്. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള ആഗോള എണ്ണ വിതരണ ചോക്ക് പോയിന്റുകളെ ആശ്രയിക്കുന്നത് ക്രമേണ കുറയ്ക്കാൻ ഈ പദ്ധതിയുടെ വരവ് വഴിയൊരുക്കും. കൂടുതൽ ശക്തമായ ഒരു വൈദ്യുതി ശൃംഖല വഴി പുനരുപയോഗ ഊർജത്തിന്റെ പങ്ക് വർദ്ധിപ്പിക്കാനും വ്യവസായ സാങ്കേതിക മേഖലകളിലെ ഉയർന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റാനും ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് സ്ഥിരമായി കുറയ്ക്കാനും ചൈനയ്ക്കാകും. ലോകം എണ്ണ യുദ്ധങ്ങളുടെ ഭീഷണികളെ കുറിച്ച് ആകുലപ്പെടുമ്പോൾ വൈദ്യുതിയുടെ ഊർജഭാവി സുരക്ഷിതമാക്കാനുള്ള ശക്തമായ വിപ്ലവമാണ് ഇതിലൂടെ ചൈന നടത്തുന്നത്. ഇത് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ മാതൃകയുമാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.